ഇന്നലെ എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ നിന്ന് മാഷ് അടിച്ചതാണ്. വളരെ വേദനയോടുകൂടിയാണ് ഈ വീഡിയോ ഇടുന്നത്. പോയി പറഞ്ഞിട്ട് എൻ്റെ ചുമ അടുപ്പിച്ചിട്ട് മാറ്റിയതല്ല. പിന്നെ മാസ്റ്ററിനോട് വിളിച്ച് പിന്നെ സീറ്റ് എടുത്തിപ്പിച്ചിട്ട് പറഞ്ഞ് ഏത് എന്താ എഴുതിക്കോ അങ്ങനെ പേടിപ്പിക്കുന്നുണ്ടായി. പിന്നെ ഞങ്ങൾക്ക് കണ്ണത് കാണുന്നവർക്ക് എന്തോ വാങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തനി അടിച്ചടിച്ചടിച്ചടിച്ച് അത് വളരെ മോശം. അനാവശ്യ തല്ലിയോ അനാവശ്യമായി പീഡിപ്പിക്കുകയോ അനാവശ്യമായി കുട്ടികളെ പുറത്തേക്കോ ചെയ്യുന്നത് ശരിയല്ല. നേരെ മറിച്ച് ആവശ്യമില്ല സാധനം കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ചില കാര്യത്തിലൊക്കെ ചില ആൾക്കാർ വന്ന് പറയും എൻ്റെ കുഞ്ഞ് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി വേണ്ടി. പക്ഷെ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഡോക്ടറെ അടിച്ച രീതി എങ്ങനെയാണ്? ഈ ചുമരിന് ഭിത്തിയിൽ കൊണ്ട് അമർത്തിയിട്ട് കോളറ പിടിച്ചിട്ട് ഇങ്ങനെ കഴുത്തിന്റെ മേലെന്ന് ഇങ്ങോളം ഈ മുഖം വരെ താടിയെല്ല് വരെ അടിച്ചത് രീതി ശരിയാണോ? അതാണ് ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെ അടിച്ചിട്ട് പറഞ്ഞത് രീതി അടിച്ചത് മാഷല്ല, ഏതാണ് ചെയ്താലും അത് ശരിയല്ല. അതിന് മാത്രം ഞാൻ പ്രതികരിക്കുന്നത്. വേറെ ഒരു പ്രശ്നമില്ല. ഞാൻ മുട്ടിലെ താഴെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഈ ഹോസ്പിറ്റലിൽ വരെ വരൂല. കുറച്ച് കഴിഞ്ഞാൽ മാറും മോനെന്ന് പറഞ്ഞ് ഞാൻ നിർത്തും. ഇത് എനിക്ക് പറ്റും. ഞാനൊരു ഉമ്മാണ്, ഞാൻ പ്രസവിച്ച ആളാണ്. ബാക്കി നോക്കേണ്ട കടമകളെ നമുക്കല്ല കുഞ്ഞി മാറിയിട്ടില്ല. കുട്ടികൾ അടിക്കാണ്ട് വളർത്തുന്ന അടിച്ചോളി, നിങ്ങൾ അടിച്ചോളി. എന്തെങ്കിലും കാര്യം വേണ്ടേ? ഒരു കാര്യമില്ലാതെ എന്തിനാണ്? എൻ്റെ മോന് സംഭവിച്ചത് കഴുത്തിൻ്റെ ഭാഗം ഫുള്ള് ചതഞ്ഞിട്ടുണ്ട്. അതാണ് ഡോക്ടർ പറയുന്നത് എക്സ്റേ നോക്കിയിട്ട്. എൻ്റെ മോൻ്റെ അവസ്ഥ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ കഴുത്തനക്കാൻ പറ്റാതെ കിടക്കുകയാണ്. ഇങ്ങനെ എൻ്റെ മോന് സംഭവിച്ചതുപോലെ വേറൊരു കുട്ടിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷെയർ ചെയ്യാൻ വീട്ടിലാണില്ല. ആ മാഷ് എനിക്ക് ഇതന്നെ എനിക്ക് വന്നിട്ട് ഞാൻ ഇപ്പൊ വന്നിട്ട് ഇവിടെ നടന്നത് അതുവരെ അറിഞ്ഞിട്ടില്ല. ഇത് സംഭവം വെച്ചാൽ മാഷിനെ പറഞ്ഞാണ് എന്റെ അടുത്ത്, വേറെ മാഷിനെ ആരെന്നതിന് പറഞ്ഞാണ്. ഇത് രാവിലെ നടന്ന സംഭവമാണ്. രാവിലെ നടന്നിട്ടും ഒരു ഉത്തരം